എന്തൊക്കെയോ സംരക്ഷിക്കാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയോ ഒരു താല്പര്യം സംരക്ഷിക്കാൻ നോക്കുന്ന പോലെ. അതായത് ഒന്നൊരു ഒരു കല, അതിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കയറി കൈ കടത്തുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ട്രാപ്ഡ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ എന്തോ പറഞ്ഞല്ലോ, ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ്, അപ്പോൾ ആണ് പെൺ ദൈവങ്ങളുടെ ലിസ്റ്റ് വേണമെന്ന് പെൺ പറഞ്ഞു. ദൈവങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റിങ് അപ്പോൾ അവർ തരാൻ ബാധ്യസ്ഥരാണ്. അവർ പറയണമല്ലോ ഏതൊക്കെ ദൈവങ്ങൾ, ഇല്ലെങ്കിൽ അതിന്റെ പര്യായ നാമങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലല്ലേ നമുക്കിനി അത് ഫർദർ ഭാവിയിൽ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യാതിരിക്കുള്ളൂ. ഇല്ലാതെ നമ്മൾ ഇത്രയും 3-4 കോടി രൂപ മുടക്കി ഇത് എടുക്കാൻ പാടില്ല എന്ന് അവസാനം സെൻസർഷിപ്പ് പറയുമ്പോൾ അത് തോന്നിയോസല്ലേ എന്നൊരു ചോദ്യം. അതല്ല, നേരത്തെ പറയണം. അല്ലെങ്കിൽ നേരത്തെ പറയണം ഇത്രയും പേരുകൾ പാടില്ല സിനിമയിൽ, ഇത്രയും പേരുകൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത് ഇപ്പോൾ മനുഷ്യക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ ഈ പറഞ്ഞ പോലെ 67 സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ സബ്ജക്ട്സ് പറയാൻ പാടില്ല എന്ന് ഒരു നിയമം ഇറക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സിനിമ എടുക്കണ്ടല്ലോ, നമ്മുടെ പൈസ കളയണ്ടല്ലോ വെറുതെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ടുവരിക, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. നീ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, എന്തോ സൂപ്പർമാന്റെ ചുംബന രംഗമൊക്കെ. അതെ, കഴിഞ്ഞ ദിവസത്തെ അത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് വരുന്നൊരു സീനായിരുന്നു, സഡൻ കട്ട് ചെയ്തു. അപ്പൊ ഇത് എങ്ങോട്ടാണ്, നമ്മൾ പുറകിലോട്ടാണോ മുന്നോട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിന് മുന്നേ ഇതുപോലെ തുറന്ന് സ്വന്തം നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് നിലപാട് അറിയിക്കാനോ ഇത് ഇത് ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ വന്ന് എന്നെ ക്രൂശിക്കാനോ എന്നെ സുഡാപ്പിയാക്കാനൊന്നും അല്ല. പക്ഷെ ഇത് കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇത് എന്ത് കോമാളിത്തരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ